സാറേ, ചിലരുടെ പ്രസ്താവന കേൾക്കുമ്പോൾ ഇത് കേരളമാണ് അഫ്ഗാനിസ്ഥാനോ എന്ന് സംശയം വരും. കാരണം ഈ കാന്തപുരമെല്ലാം പറയുന്ന സ്ത്രീകളും അതോടൊപ്പം തന്നെ പുരുഷന്മാരും എന്നും ഒരുമിച്ച് വ്യായാമം ചെയ്യാൻ പാടില്ല, ഒരുമിച്ച് ഇരിക്കാൻ പാടില്ല എന്ന പ്രസ്താവനയുമായാണ് അവരെല്ലാം രംഗത്ത് വരുന്നത്. ഈ കേരളം ഇനി എങ്ങോട്ടായിരിക്കും മുന്നോട്ട് പോകുക? വളരെ ഗൗരവമായി 2-3 ദിവസമായി ഇപ്പോൾ ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ ചർച്ച നടക്കുന്ന വലിയൊരു വിഷയമാണ്. ഒരു സംഘടനയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ വിഷയം വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു സംഘടന നടത്തുന്ന വ്യായാമ മുറകളിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരേ പ്ലാറ്റ്ഫോറത്തിൽ വച്ച് വരുന്നത് തന്നെ ഒരു ഭാഗത്ത് സ്ത്രീകളും ഒരു ഭാഗത്ത് പുരുഷന്മാരും നിന്ന് ഈ വ്യായാമ മുറ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഇസ്ലാം നിയമം അനുസരിച്ച് ശരിയല്ല എന്നാണ് കാന്തപുരവും സംഘവും മുസ്ലിയാരും സംഘവും ഒക്കെ പറയുന്നത്. ഇതിനകത്തൊരു ചെറിയ പ്രശ്നമുള്ളത്, ഓരോ മതങ്ങളും ഓരോ നിയമാവലികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് മുസ്ലിം നിയമാവലിയിൽ കുറച്ച് കാർക്കശ്യമാണ്, അത് എഴുതി വച്ചിരിക്കുന്ന കുറച്ച് കാർക്കശ്യമാണ്. ഇതിലിനി കാരണം ഒരുപാട് പ്രവാചകന്മാർ വന്നു, അതിനവസാനം അന്ത്യപ്രവാചകൻ വന്ന് നബി തിരുമേനി വന്ന് എഴുതി പറഞ്ഞ് കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഇതിൽ മാറ്റമില്ല എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ എന്നും ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോകണം എന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷേ കാലം ഒരുപാട് മാറി, വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഇതിലേതൊക്കെ മാറ്റം കൊണ്ടുവരാം, ഏതൊക്കെ മാറ്റം കൊണ്ടുവന്നുകൂടാ എന്നുള്ളതിനെ സംബന്ധിച്ച് ഗൗരവമായ ചർച്ച ഇന്ത്യണിലായി കൂടി നടക്കണം, അവരുടെ സമുദായത്തിനകത്തുകൂടി നടക്കണം. പിന്നെ കാലം ഒരുപാട് മാറി, കാരണം ലോകം ഇപ്പം ഗ്ലോബലൈസേഷനും കൂടെ വന്നല്ലോ, ആഗോളവൽക്കരണം കൂടെ വന്ന് 80-കൾ കഴിഞ്ഞപ്പോൾ ലോകം തുറന്നൊരു ചന്തയെ പോലെയാണ്, മാർക്കറ്റ് പോലെയാണ്, ഓപ്പൺ മാർക്കറ്റ്. ഞാൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മോശമായിട്ടല്ല പറഞ്ഞത്, ഒരു ഓപ്പൺ ബിസിനസ് സെൻറ്റർ പോലെയാണ്, ഇപ്പോൾ ലുലു മാൾ പോലെയൊക്കെയാണ്. ലോകം തുറന്നു കഴിഞ്ഞു. അപ്പം സോഷ്യൽ മീഡിയ വഴിയായാലും അല്ലാതെ ആയാലും പിന്നെ വാട്സപ്പ് വഴിയായാലും ഇൻസ്റ്റാഗ്രാം വഴിയായാലും എങ്ങനെയായാലും ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ എല്ലാവരെയും സ്വാധീനിക്കും. ഇപ്പം സന്യാസി വിഭാഗത്തിലെടുത്താൽ പോലും വസ്ത്രം കുറച്ച് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത തന്നെ നാഗസന്യാസി മുതൽ ഷാൾ ഉപയോഗിക്കുന്ന ഷർട്ട് ഇടുന്ന സന്യാസിമാർ വരെയുണ്ട്. തിരിച്ച് ഭൗതിക ജീവിതത്തിൽ ജീവിക്കുന്നവരെടുത്തു കഴിഞ്ഞാൽ അല്പവസ്ത്രധാരണികളായ സ്ത്രീകൾ മുതൽ വേറൊരു വസ്ത്രം കൂടുതൽ ധരിക്കുന്ന സ്ത്രീകൾ വരെയുണ്ട്. ഇപ്പോൾ മലേഷ്യ പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞ് പട്ടായ പോലുള്ള സ്ഥലങ്ങളിൽ പരസ്യമായി സെക്സ് ചെയ്യാൻ കഴിയുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ വിളിച്ചുകൊണ്ട് പോകും. തെരുവിൽ നിന്ന് തന്നെ സെക്സ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടികളെ തെരുവിൽ വെച്ച് വില ഫിക്സ് ചെയ്ത് വില മീൻസ് പൈസ കൊടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നെതർലാൻഡ്സ് പോലുള്ള രാജ്യങ്ങളിൽ ഓപ്പൺ സെക്സ് അനുവദിച്ചിട്ടുള്ള രാജ്യങ്ങളാണ്. എന്നാൽ മറ്റു ചില രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ സമ്പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ വൈവിധ്യമാണ് ഈ ലോകം. ആ വൈവിധ്യത്തിൽ തന്നെ പുതിയ കാര്യങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടാണ് ഒരു പുതിയ തലമുറ വളർന്നു വരുന്നത്. അവരെ ആരെയും കാണരുത്, കണ്ണടച്ചേക്കണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളത് വളരെ ഗൗരവമായൊരു ചോദ്യമാണ്. കാലാനുസൃതമായ മാറ്റം. അപ്പോൾ കാലാനുസൃതമായ മാറ്റം എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ മാറ്റം വരുത്തണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഞങ്ങൾ മാറ്റം വരുത്തണോ എന്നൊരു ചോദ്യമുണ്ട്. ഒരു തെരുവിൽ കിടന്ന് ബഹളം ഉണ്ടാക്കി തീർക്കേണ്ട വിഷയമല്ലെന്ന് ഞാൻ പറയുന്നത്. നല്ല സംവാദം നടക്കേണ്ട വിഷയമാണ്, ഗൗരവമായ സംവാദം നടക്കേണ്ട വിഷയമാണ്. പരിഷ്കരിച്ച് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഈ സ്ത്രീയും പുരുഷനെയും സംബന്ധിക്കുന്ന ഒരു പ്രശ്നം അത് വേറെ തലത്തിൽ കൂടി ചർച്ചയാണ്. ഈ സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറയുന്നത് നമ്മളിൽ അല്ലെങ്കിൽ സ്ത്രീകളും പുരുഷനും എന്ന് പറയുന്ന രണ്ട് ജെൻഡറിൽപ്പെട്ടവരാണ്. ഇതിൻ്റെ ബന്ധം ഒരു നൂൽപ്പാലത്തിൽ കൂടെ നമ്മൾ നടന്നു പോകും പോലെയാണ്. ഇത് വളരെ സൗഹൃദപരമായിട്ടും കൊണ്ടുപോകാം, ഒരു ഉപദ്രവം ഇല്ലാതെയും കൊണ്ടുപോകാം, പരസ്പരം റെസ്പെക്റ്റ് ചെയ്തും കൊണ്ടുപോകാം, പരസ്പരം ചൂഷണം ചെയ്തും കൊണ്ടുപോകാം. സ്ത്രീയുടെ ശരീരം മാത്രം കാണുന്നൊരു പുരുഷ സമൂഹമാണെങ്കിൽ പിന്നെ അപകടമാണല്ലോ. ആ സ്ത്രീയെ എങ്ങനെ ട്രാപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ മാനവീയ നീതിയിലൊക്കെ നമ്മൾ കണ്ടതാണ്, സ്ത്രീകളെ ശല്യം ചെയ്യുക, പൊതുസ്ഥലങ്ങളിലൊക്കെ കാണുന്നതാണ്. ഇപ്പോൾ സ്ത്രീയെ ശല്യം ചെയ്യുന്നതിൻ്റെ സങ്കല്പം എന്താണ്? ഈ സ്ത്രീയുടെ ശരീരത്തിനോടുള്ള ആസക്തി കൊണ്ട് ആണ് ഏത് സ്ത്രീയെ കിട്ടിയാലും ശല്യം ചെയ്യുന്നത്. അപ്പം ഇതൊരു നൂൽപ്പാലമാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഇതൊരു സൗഹൃദത്തിൻ്റെ വഴി എങ്ങനെ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പോൾ അതൊരു വലിയൊരു ഉയർന്ന ജനാധിപത്യമാണ്, ഉയർന്നൊരു പൗരബോധമാണ്, ഉയർന്ന ചിന്തയാണ്. ഇത് സ്ത്രീയാണ്, ഇത് പുരുഷനാണ്, രണ്ട് തരത്തിലുള്ള ശാരീരിക ഘടനയാണുള്ളത്. രണ്ടുപേരെ സൃഷ്ടിച്ചിരിക്കുന്നത് ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അതൊരു ഓഫ് ദ ആക്ടിവിറ്റിയാണ് ജീവിതത്തിൽ, അതിനല്ല. അപ്പോൾ സ്ത്രീകളെ അങ്ങനെ കാണാൻ പാടില്ല. പിന്നെ അതിനകത്ത് വേറൊരു പ്രശ്നം കൂടെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ തലമുടി മുതൽ നഖം വരെ, കാൽനഖം മുതൽ തലമുടി വരെ ലൈംഗിക ചുവയുള്ള കാര്യങ്ങളായി പ്രസൻറ്റ് ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കുന്ന ഒരു മാർക്കറ്റിൽ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു മാർക്കറ്റ് എക്കോണമിയിലാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരു ടയറിൻ്റെ പരസ്യം വന്നാൽ തന്നെ സ്ത്രീയെ ഷോർട്ട് ഉപയോഗിച്ച് സ്ത്രീ നിൽക്കും, പുരുഷൻ ഫുൾ സൂട്ടായിട്ടാണ് നിൽക്കുന്നത്. സ്ത്രീ ഒരിക്കലും ഹാഫ് വസ്ത്രധാരണയായിരിക്കും. നമ്മൾ തിരുവനന്തപുരത്തൊക്കെ തന്നെ പരസ്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയ ഫ്ലെക്സിൽ വെച്ചിട്ട് സ്ത്രീയുടെ കാലും തുടയൊക്കെ നല്ലൊരു ഭാഗം കാണിച്ച് ചുമ്മാ കയറ്റി ഇരുത്തിയിട്ടായിരിക്കും സാനിറ്ററി വെയറിൻ്റെ പരസ്യം, വേറെ പൈപ്പിൻ്റെ പരസ്യമാണ്, അല്ലെങ്കിൽ ക്ലോസറ്റിൻ്റെ പരസ്യമാണ്. പക്ഷേ ഒരു സ്ത്രീ അതിന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കും, നഗ്നയായി, അർദ്ധനഗ്നയായി നിൽക്കുകയാണ്.
അപ്പോൾ ഇതൊരു വ്യവസായ സാധ്യത കൂടെ ഇതിനകത്തുണ്ട്, അതും ഒരു വശത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സൗഹൃദം എന്ന് പറയുന്നത് രണ്ട് ജെൻഡറാണ്, രണ്ട് ലൈംഗിക അവയവങ്ങളാണുള്ളത്, രണ്ട് തരത്തിലുള്ളത്. അതേസമയം പരസ്പരം റെസ്പെക്റ്റ് ചെയ്യേണ്ടതാണ് എന്ന് പറയുന്നൊരു ഉയർന്ന സമൂഹമാണ് ശരിക്കും എന്ത് ചെയ്ത് വരേണ്ടത്, ഉയർന്നു വരേണ്ടത്. അതെ, കേരളം എന്നും പുരോഗമനപരമായി ചിന്തിക്കുന്നതെന്ന് നാം അവകാശപ്പെടുമ്പോഴും ഇറാനിൽ അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിൽ നാം കേട്ട പ്രസ്താവനകളാണ് ഇപ്പോൾ കേരളത്തിൽ. അതെ, പക്ഷേ അവർ പറയുന്ന ന്യായം ഉണ്ടല്ലോ, അതിനകത്ത് അവർ പറയുന്ന ന്യായം, ഞങ്ങളുടെ മതം ഇത് പറയുന്നു, ഞങ്ങളുടെ ഇസ്ലാം മതം ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഞങ്ങളിത് പറയുന്നു എന്നുള്ളതാണ് അവരുടെ ന്യായം. പക്ഷേ ഞാൻ പറയുന്ന പ്രശ്നം അതല്ല. ഇസ്ലാം മതത്തിൻ്റെ ചിന്തകളിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും കാലാനുസൃതമായി ഇത് പരിഷ്കരിക്കാൻ പറ്റുമോ ഈ കാര്യങ്ങളൊക്കെ? അല്ല, മതത്തിനേക്കാൾ വലുതാണല്ലോ ഭരണം. അതെ, അതാ ഞാൻ പറഞ്ഞു. അപ്പം ഒരു വശത്ത് ഭരണഘടനയുണ്ട്, മൂന്ന് സ്ട്രീമിലൂടെയാണ് ഇന്ത്യൻ ജനത പോണത്, 3 സ്ട്രീമിലൂടെയാണ്. ഒന്നെന്ന് പറയുന്നത് ഒരു ഭരണഘടനയുണ്ട്, നമുക്ക് എഴുതപ്പെട്ട ഒരു ഭരണഘടനയുണ്ട്, അതിൽ സ്വാതന്ത്ര്യമുണ്ട്, അതിൽ സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മതത്തിൽ വിശ്വസിക്കുന്നവർക്കുള്ള അവരുടെ ആചാര ചിന്തകളുണ്ട്. മൂന്നാമത്തെ ഒരു സ്ട്രീമും കൂടെ ഉണ്ട് ഇവിടെ, ഒരു അൺഒഫീഷ്യലായിട്ടുള്ള ആരും എഴുതി വെച്ചിട്ടില്ലാത്ത, ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല, ഞാൻ നിങ്ങളെ കാണുമ്പോൾ റെസ്പെക്റ്റ് ചെയ്യുന്നു, അധ്യാപനം കാണുമ്പോൾ മുണ്ടിൻ്റെ കോണഴിച്ച് താഴെ അഴിച്ചിടുന്നു, വയസ്സായവർ കയറുമ്പോൾ ബസ്സിൽ സീറ്റ് കൊടുക്കുന്നു നമ്മൾ. ഇപ്പോൾ സ്ത്രീകളും കുട്ടികളും കയറുമ്പോൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഗർഭിണികൾ കയറുമ്പോൾ ഒരാളെ എണീറ്റ് കൊടുക്കുന്നു. ഇതൊന്നും അങ്ങ് എഴുതി വെച്ചില്ല, ഒരു ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രീമും കൂടെയാണ് സമൂഹം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് മുന്നോട്ട് പോകുമ്പോൾ ഈ സംഘർഷം എല്ലാ കാലവും ഉണ്ടാവും. പുരോഗമനം എന്ന് പറയുന്ന രീതിയിലുള്ള കുറേ ചിന്തകളും പരമ്പരാഗത ചിന്തകളുമുണ്ട്, പാരമ്പര്യ ചിന്തകളുണ്ട്. ഇതൊക്കെ പാരമ്പര്യ ചിന്തയിൽ വരുന്നതാണ്. പാരമ്പര്യ ചിന്തകളും ആധുനിക ചിന്തകളും തമ്മിലൊരു സംഘർഷം ഉണ്ടാവും. എല്ലാ കാലവും ഉണ്ട്, അത് എല്ലാ കാലത്തും ഉണ്ട്. വസ്ത്രം ഉപയോഗിക്കാം, വസ്ത്രം ഉപയോഗിച്ചുകൂടാ, എത്ര ഉപയോഗിച്ചുകൂടാ, ജീൻസ് ഇടാം, ജീൻസ് ഇട്ടുകൂടാ, ഇങ്ങനെ ഓരോ വിഷയങ്ങളിലും ഈ സംഘർഷമുണ്ട്, സമൂഹത്തിൽ സംഘർഷമുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കാലാനുസൃതമായി അമിക്കബിളായിട്ടുള്ള നിയമങ്ങൾ തന്നെ പരിഷ്കരിക്കേണ്ടതാണെങ്കിൽ അത് പരിഷ്കരിച്ചു കൊണ്ട് പോകുന്നതാണ് എപ്പോഴും സമൂഹത്തിൽ, അല്ലെങ്കിൽ സംഘർഷം ഉണ്ടാവുകയുള്ളൂ. ഈ പറഞ്ഞ പോലെ സമൂഹത്തിൽ സംഘർഷമുണ്ട്. ഒരു വശത്ത് ഭരണഘടന നൽകുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്, വസ്ത്രധാരണത്തിൽ എല്ലാ കാര്യത്തിലും ഒരു സ്വാതന്ത്ര്യം അനുവദിക്കുന്നു ഭരണഘടന. മറുവശത്ത് ഈ മതം നിഷ്കർഷിക്കുന്ന ചില നിഷ്കർഷകളുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടിയുള്ള ഒരു സംഘർഷമുണ്ട്. എന്നാൽ ഹിന്ദു വിശ്വാസങ്ങളിൽ, ഹിന്ദു മതത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. അവിടെ കുറേ അല്ല, നല്ല ഫ്രീഡമാണ്. അപ്പോൾ ഇഷ്ടമുള്ള ആളുകൾ ഇഷ്ടമുള്ള, അതല്ലേ ഞാൻ പറയാം, നാഗസന്യാസി മുതൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും, തുണി കൊടുക്കാത്ത ഭസ്മം മാത്രം പുറത്തിടുന്ന നാഗസന്യാസി മുതൽ ഫുൾ സ്ലീവിൽ ഫുൾ പിന്നെ നല്ല ഡ്രസ്സ് ഇട്ട്, നല്ല മീൻസ് ബോഡി മൊത്തം ഡ്രസ്സ് ഇട്ട് നടക്കുന്ന സന്യാസി വരെ സന്യാസി വിഭാഗത്തിലുണ്ട്. ഒരു മതത്തിൽ ഇതൊന്നും സങ്കല്പിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ആ സ്വാതന്ത്ര്യം ഒന്നും വേറെ അടുത്ത് അനുവദിച്ചിട്ടില്ല. നോൺ വെജ് കഴിക്കുന്നവരുണ്ട്, വെജ് കഴിക്കുന്നവരുണ്ട്, എല്ലാം ഉള്ളവർ ഹിന്ദു വിശ്വാസത്തിൽ പോകുന്നു. അമ്പലത്തിൽ പോകുന്നവരുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്നു, അതേ ആൾ തന്നെ എവിടെ പോകുന്നു, അമ്പലത്തിൽ പോകുന്നു. പക്ഷേ ഇതെല്ലാം ഹിന്ദു വിശ്വാസങ്ങൾ ഇതെല്ലാം വരുന്നു. പക്ഷേ അപ്പുറത്ത് ഇത് സംഭവിക്കുന്നില്ല. ക്രിസ്ത്യൻ നമ്മുടെ ഇസ്ലാം വിശ്വാസങ്ങളിൽ ഇത് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ആചാര്യന്മാരുടെ, അവരുടെ ആളുകളുടെ വാദം. അല്ല, അങ്ങനെ ആയിരിക്കുമ്പോഴും ഇതെല്ലാം കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ അത് ശരിയായ രീതിയാണോ? അല്ല, അത് ഞാൻ പറയാം. അപ്പം നല്ല ഡിബേറ്റ് നടക്കട്ടെ, നല്ല സംവാദം നടന്ന് പരിഷ്കരിച്ച് വരട്ടെ. പരിഷ്കരിക്കേണ്ട കാര്യങ്ങൾ പരിഷ്കരിച്ച് തന്നെ വരട്ടെ. കാലാനുസൃതമായി ഹിന്ദു വിശ്വാസങ്ങളിൽ ഒരു ചർച്ച നടക്കുന്നുണ്ടല്ലോ, ഷർട്ട് ഊരണോ വേണ്ടി അമ്പലത്തിൽ പോയാൽ. വേറെ ചർച്ച നടക്കുകയാണ്, എല്ലായിടത്തും ചർച്ച നടക്കുകയാണ്. അമ്പലത്തിൽ പോയാൽ ഷർട്ട് ഊരണോ വേണ്ടയോ, ഷർട്ട് ഊരണമെന്ന് ഒരു വിഭാഗം, ഷർട്ട് ഊരണ്ടാന്നൊരു വിഭാഗം, നിയമനിർമ്മാണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഒരു വിഭാഗം, അതിനുവേണ്ടി ആചാര സംരക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് ജാഥ, ആചാര ലംഘനം എന്ന് പറഞ്ഞ് ജാഥ, ഇങ്ങനെ വലിയ ചർച്ച സമൂഹത്തിൽ നടക്കുകയാണ്. നടക്കട്ടെ, അത് ഹെൽത്തി ഡിബേറ്റ് നടക്കണമെന്ന് ഞാൻ പറഞ്ഞു. എപ്പോഴും സമൂഹത്തിൽ എന്തുണ്ടാവണം? ഹെൽത്തി ഡിബേറ്റ് ഉണ്ടാവണം. ഹെൽത്തി ഡിബേറ്റ് ഉണ്ടായി അത് സംഘർഷത്തിലേക്ക് പോകരുത്. ഭരണഘടന പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ബാക്കി സകല കാര്യങ്ങളെ അടിച്ചമർത്തണം എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ജനങ്ങളാണല്ലോ ഇതിനകത്തുള്ളത്. അതേസമയം പിന്നെ ഭരണഘടനയെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട, അതൊരു വെറും പുസ്തകമാണ്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാം എന്നും മനുഷ്യന് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു വശത്ത് ഭരണഘടന ഉണ്ടാക്കി തന്ന കുറേ നിയമങ്ങളും ചില തത്വശാസ്ത്രങ്ങളും ഉണ്ട്, ഒരു വശത്ത് മതം പരമ്പരാഗതമായി പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. കാലം ഇവിടെയാണ് നിൽക്കുന്നത്. കാലം ഒരു പ്രധാനമാണ്. കാലമുണ്ട്, കാലത്തിന് കാണാതെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. കാലമാണ് എൻ്റെ വാദം എന്ന് പറഞ്ഞാൽ കാലമാണ് പ്രധാനം. നമുക്ക് കാലത്തെ മുന്നിൽ കാണാതെ പോകാൻ പറ്റില്ല. അപ്പോൾ കാലത്തെ കൂടെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ആവശ്യമായ ചിന്തകളും പിന്നെ ബൗദ്ധികമായ കാര്യങ്ങളും പരിഷ്കരണങ്ങളും ഒക്കെയാണ് നടക്കുന്നത് ഒരു വശത്ത്. മറുവശത്ത് ഇതെല്ലാം ഉണ്ടാക്കിയത് ഒരു കാലത്താണ്. ഭരണഘടന ഉണ്ടാക്കിയത് ഒരു കാലഘട്ടത്തിലാണ്. ഈ ആചാരങ്ങളെല്ലാം എഴുതി വെച്ചത് ഏതിലായാലും എഴുതി വെച്ചത് എന്തിനായിരിക്കും? ഒരു ശത്രുതാ മനോഭാവത്തിൽ എഴുതി വെക്കുന്നതല്ലല്ലോ. ആ കാലഘട്ടത്തിൽ കാണുമ്പോൾ
ഇത്രയും കുഴപ്പമാണെങ്കിൽ ഈ സുരക്ഷിതത്തിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചായിരിക്കും ചിലപ്പോൾ അന്ന് എഴുതിയത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടം നോക്കുമ്പോൾ കുറച്ചുകൂടി ജനാധിപത്യപരമായി സ്ത്രീകൾ അന്ന് പുറത്തിറങ്ങാത്ത കാലമാണ്, വീട്ടിൽ മാത്രം ഇരിക്കുന്ന കാലമാണ്. ഇന്ന് സ്ത്രീകൾ പുറത്തിറങ്ങുന്നു, ജോലി ചെയ്യുന്നു, സമ്പാദിക്കുന്നു. അവർ പുരുഷനോളം തന്നെ ചില മേഖലകളിൽ പുരുഷനേക്കാൾ കൂടുതൽ ഉയർന്നു നിൽക്കുന്ന സ്ത്രീത്വമുള്ള സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ കാലത്ത് തീർച്ചയായും അത് ചർച്ച ചെയ്യപ്പെടണം. അത് വളരെ ഗൗരവമായി സംവാദ രൂപത്തിൽ കൊണ്ടുവരണം. അത്തരം ഹെൽത്തി സംവാദങ്ങൾ നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്യണം, ഗൗരവമായി നടക്കണം. അതിന് ഒന്നിനെയും അടച്ചേപിക്ഷേപിച്ച് ഒന്നിനെയും തർക്കിച്ച് അങ്ങനെ പോകാൻ പറ്റില്ല. ഒരു സമൂഹത്തിന് അങ്ങനെ പോകാൻ പറ്റില്ല. എൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ നിങ്ങളെ അടിച്ചേൽപ്പിച്ച്, നിങ്ങളെ വിശ്വാസ പ്രമാണങ്ങൾ എൻ്റെ അടിച്ചേൽപ്പിച്ച് ഒന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെ പോയാൽ ഒരുപാട് കാലം പോവുകയുമില്ല, സംഘർഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് തുറന്ന ചർച്ച നടക്കട്ടെ. വിജ്ഞാനമാണല്ലോ. തുറന്ന ചർച്ച നടക്കുകയും വളരെ ഗൗരവമായി മാറ്റേണ്ട കാര്യങ്ങൾ കാലാനുസൃതമായി മാറ്റേണ്ടത് മാറുകയും അല്ലാത്തത് നമുക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. പണ്ട് നാം കേട്ടിട്ടുണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രീതിയെക്കുറിച്ച് പഠിക്കാൻ വിദേശ രാജ്യങ്ങളിൽ നിന്നെല്ലാം നേതാക്കളെത്തും. ഇനി മലബാറിൽ താലിബാന്റെ നേതാക്കളെത്തുമോ ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കാൻ? അതൊരു എന്നെ കുഴക്കുന്ന ചോദ്യമാണ്. അത് അങ്ങനെയല്ല, ഞാൻ ആ അർത്ഥത്തിലല്ല പറയുന്നത്. ഞാൻ പറഞ്ഞത് ഇത് ഓരോ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ മെരിറ്റിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യണം. ഇവരിപ്പോൾ വയസ്സായ ഇപ്പം കുറച്ച് മുതിർന്ന ആളുകളാണല്ലോ ഈ കാന്തപുരവും മറ്റു ആളുകൾ. അപ്പോൾ അവർ പരമ്പരാഗത രീതിയിൽ ചിന്തിക്കുന്നതാണ്. അവരും ആധുനിക രീതിയിലനുസരിച്ചുള്ള കാലാനുസൃതമായിട്ടുള്ള ചിന്തകൾ അതിനകത്ത് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, അതും പരിഷ്കരിക്കപ്പെടേണ്ടതല്ലേ. അപ്പോൾ പരിഷ്കരിക്കപ്പെടും. ഇപ്പോൾ സ്ത്രീകൾക്ക് പണ്ട് മത്സരിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം മത്സരിക്കുന്നുണ്ട് സ്ത്രീകൾ. പഞ്ചായത്ത് പ്രസിഡന്റുമാരും നഗരസഭ ചെയർപേഴ്സൺമാരും ഒക്കെ ആയി മുസ്ലിം വനിതകൾ വരുന്നുണ്ട്. ഇപ്പോൾ തട്ടമിടുന്നത് വലിയൊരു നിർബന്ധമല്ല. തട്ടമിടാത്ത മുസ്ലിം പെൺകുട്ടികൾ ഇപ്പോൾ ധാരാളമുണ്ട്. ഒരു കാലഘട്ടത്തിൽ പർദ്ദ ഇടാതെ പുറത്തിറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം അതൊക്കെ മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ മാറ്റം കാലാനുസൃതമായ ഏറ്റവും നന്മയുള്ളത് എടുക്കാം, തിന്മയുള്ളതെല്ലാം എന്ത് ചെയ്യാം നമുക്ക്. അങ്ങനെയാണല്ലോ, അഴുക്ക വെള്ളവും നല്ല വെള്ളവും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെള്ളം നല്ലതുണ്ടെങ്കിൽ നമ്മൾ നല്ലതെടുക്കും, അഴുക്ക നമ്മൾ കളയും. അപ്പോൾ ആ ശുദ്ധീകരണ പ്രക്രിയയാണ്. പക്ഷേ ശുദ്ധീകരിച്ചതിൻ്റെ ബേസ് ഇല്ലാതായി പോകുമെന്നുള്ളതൊക്കെയാണ് ഇവരുടെ ഭയമായിരിക്കാം. അങ്ങനെ ഒരു ഭയമുണ്ടല്ലോ, ഇത് കുളിപ്പിച്ച് ഇതങ്ങ് ഇല്ലാതായി പോകും. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഇതിന് കാലാനുസൃതമായ മാറ്റം എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ കൊണ്ടുവരേണ്ടതല്ലേ. തീർച്ചയായിട്ടും കാലാനുസൃതമായ മാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ നിൽക്കത്തില്ല ഇത്. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും ജനാധിപത്യവും കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നതനുസരിച്ച് അവർ സ്വാതന്ത്ര്യദാഹികളാണ്. എല്ലാവരും സ്വാതന്ത്ര്യദാഹികളാണ്. അവരെ ഒരു വിശ്വാസ പ്രമാണങ്ങളുടെ ചട്ടക്കൂടിൽ അടിച്ചങ്ങനെ നിർത്താൻ പറ്റില്ല. ഒരുപാട് കാലം നിർത്താൻ പറ്റത്തില്ല, ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പുതിയ ചർച്ചകളും സംവാദങ്ങളും ഉണ്ടാവട്ടെ ഈ വിഷയത്തിൽ.